തവനൂരിൽ VS ജോയിയുടെ വിജയവും കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിൻ്റെ വിജയവും വേറിട്ട് നിൽക്കുന്നു. ശരിക്കും കേരള സ്റ്റോറി എന്ന് തന്നെ പറയാം. VS ജോയിയുടെ വിജയത്തെ കേരള സ്റ്റോറി എന്നാണ് മാതൃഭൂമി വിശേഷിപ്പിച്ചത്. വളരെ സത്യം. കാരണം ഈ ജോയി ഉൾപ്പെടുന്ന സമുദായം, അതായത് ക്രിസ്ത്യൻ സമുദായം, അതിന് കാര്യമായ പിന്തുണയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് തവനൂർ. 1% വോട്ടർമാർ പോലുമില്ല. എന്നിട്ടും മുസ്ലിങ്ങളാണ് 50%-ലേറെ, പിന്നെ ഹിന്ദുക്കളും. അപ്പോൾ അവരെല്ലാവരും അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതിന് മുന്നിട്ട് നിന്നു വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പെന്തക്കോസ് വിഭാഗത്തിൽ നിന്ന് ഒരു വ്യക്തി DCC പ്രസിഡന്റ് ആകുന്നതും അതുപോലെ തന്നെ MLA ആകുന്നതും ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു. വേറെ ഈ VS ജോയിയെ തിരുവമ്പാടിയിൽ ക്രൈസ്തവർക്ക് വലിയ ഭൂരിപക്ഷമല്ല, വലിയ പ്രാധാന്യമുള്ള ആ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന് ശുപാർശ ഉയർന്നതാണ്. പക്ഷേ ഇദ്ദേഹം പെന്തക്കോസ്ത് വിശ്വാസിയാണ്. തിരുവമ്പാടിയിൽ കൂടുതലും കത്തോലിക്ക വിഭാഗക്കാരാണ്. അതുകൊണ്ട് ഇടതുപക്ഷം കത്തോലിക്കനായ ലിൻഡോ ജോസഫിനെ നിർത്തി. അപ്പോൾ അവിടെ സഭയൊക്കെ ആവശ്യപ്പെട്ട ഒരു ക്രിസ്ത്യാനി തന്നെ ആയിരിക്കണം അവിടുത്തെ സ്ഥാനാർത്ഥിയെന്ന്. പക്ഷേ അതുകൊണ്ടായിരിക്കാം മാർക്സിസ്റ്റ് പാർട്ടിയും ലിൻഡോ ജോസഫിനെ നിർത്തിയത്. പക്ഷേ അവിടെ വിജയിച്ചത് കാസിം കൂടരഞ്ഞി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗുകാരനാണ്. ഏതാണ്ട് 7000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം. അവിടെ ഈ 2020 ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അങ്ങേരും ഒരു 7000-ൽ കൂടുതൽ വോട്ട് പിടിച്ചു. അതുകൊണ്ട് ആ ത്രികോണ മത്സരത്തിൽ പല മണ്ഡലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം മുഹമ്മദ് ഷിയാസിൻ്റെ കൊച്ചിയിലെ മണ്ഡലത്തിൽ നോക്കുമ്പം ഷിയാസ് 8000-ൽ പരം വോട്ടിന് വിജയിച്ചു. പക്ഷേ ഇടയ്ക്ക് ഒരു BJP-കാരൻ NDA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. അങ്ങേർക്കാണ്ട് 11000 വോട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ ആ ഒരു ത്രികോണ മത്സരത്തിലൂടെയാണ് പലയിടത്തും വിജയിക്കുന്നത്. നേരെ മറിച്ച് തവനൂരിൽ അങ്ങനെയല്ല. നേരിട്ടുള്ള മത്സരത്തിൽ ഈ ജലീലിനെ പിന്തള്ളി ജോയി വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്തായിട്ട് കൂടി അവിടെ നാനാതരം ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു എന്നാണ്. ഇദ്ദേഹം പോർക്ക് തിന്നുന്ന ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുതെന്നൊക്കെ പ്രചാരണത്തിലുണ്ടായിരുന്നു എന്നാണ് ചിലരൊക്കെ പറയുന്നത്. സത്യമാണോ ഇല്ലോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എങ്ങനെയായാലും മുസ്ലിം ലീഗ് ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമാണ് അദ്ദേഹം വിജയിക്കുകയും ചെയ്തത്. അപ്പം ജാതിക്കും മതത്തിനും അതീതമായിട്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയും. ഇപ്പം മുസ്ലിം ലീഗ് 1995 AK ആൻ്റണിയെ തിരൂരങ്ങാടിയിൽ വിജയിപ്പിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ക്രിസ്ത്യാനികളെ ജയിപ്പിക്കാൻ കഴിയുമൊന്നുമില്ല. അങ്ങനെ ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല നമ്മൾ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ജീവിച്ചുകൊണ്ടിരുന്നതും. ഇപ്പം കുറച്ച് ജാതിയും മതമൊക്കെ കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. അത് പരസ്പരം അടിപൊട്ടുന്ന ഒരു സ്ഥിതിയിലൊന്നും വരുന്നില്ല. അത് അങ്ങനെ വരുത്താനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ വിഷം നമ്മുടെ ഒന്നും മനസ്സിൽ അത്രയൊന്നും വ്യാപിച്ചിട്ടില്ല. നമ്മളൊക്കെ പറയും കേൾക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അത് പോകുന്നില്ല എന്നാണ് ഈ ഇലക്ഷൻ ഫലമൊക്കെ നമ്മളെ ബോധ്യമാക്കുന്നത്. അപ്പം VS ജോയി അദ്ദേഹം KSUവിൻ്റെ നേതാവായിരുന്നു, KSUവിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായി, പിന്നെ KPCCയിൽ വന്നു, ഇവിടെ DCC പ്രസിഡൻ്റായി. ഇതിൻ്റെ ഇടയ്ക്ക് അതിനു മുമ്പ് അദ്ദേഹം മലമ്പുഴയിൽ അച്യുതാനന്ദനെതിരെ 2016 മറ്റോ പോയി മത്സരിച്ചു. അപ്പോൾ 8 നിലയിൽ പൊട്ടി 3-ാം സ്ഥാനത്തായി പോയി. അവിടെ യാതൊരു വേരുകളും ഇല്ലാത്തൊരു സ്ഥലത്താണ് അവിടെ കൊണ്ടുപോയി ഒരു ചാവേറായിട്ട് കൊണ്ടുപോയി നിർത്തിയെന്നാണ് പറയുന്നത്. ഇങ്ങനെയായാലും ഇപ്രാവശ്യം അദ്ദേഹം വലിയ പിന്തുണയോടുകൂടി വിജയിച്ചു. എല്ലാവരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മികവായിട്ട് പറയുന്നത്. ഇനി തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ നിലമ്പൂരിൽ PV അൻവർ രാജിവെച്ചപ്പോൾ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. കാരണം നിലമ്പൂരിൽ ക്രൈസ്തവ വോട്ടുകളൊക്കെ ധാരാളമുള്ളതാണ്. അതിന് പകരം ആര്യാടൻ ഷൗക്കത്തിനെയാണ് പാർട്ടി നിയോഗിച്ചത്. അപ്പം ഇദ്ദേഹം എന്തെങ്കിലും പറയുമെന്ന് ആളുകൾ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞത് ഈ 1000 തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിലും പാർട്ടിക്കെതിരെയോ ഒരക്ഷരം പാർട്ടിക്കെതിരെയോ അല്ലെ പാർട്ടിയിലെ മറ്റ് പ്രവർത്തകർക്കെതിരെയോ അവർക്ക് വിഷമം വരുന്നതോ ആയ ഒരു കാര്യവും പറയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ആശയസമ്പന്നനായ വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിജയം നമ്മുടെയൊക്കെ ആ മതേതരത്വത്തിൻ്റെ ഒരു ശക്തി എന്താണെന്ന് തെളിയിക്കുന്ന ഒരു കേരള സ്റ്റോറി തന്നെയാണ്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് ഷിയാസിൻ്റെ വിജയവും. കൊച്ചിയിൽ ലത്തീൻ സഭ അദ്ദേഹത്തിനെതിരാണെന്നൊക്കെ ഒരു പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫലിച്ചില്ല. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിലാണ് തിരുവമ്പാടിയിൽ ക്രിസ്ത്യാനി വേണമെന്ന് പറഞ്ഞു. പക്ഷേ ക്രിസ്ത്യാനിയല്ല വിജയിച്ചത്, ഇവിടെ മുസ്ലിമാണ് ജയിച്ചത്. അപ്പം ജാതിയോ മതമോ അല്ല നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജാതിമത ഭിന്നതകൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയമായിട്ടുള്ള ഭിന്നതയും പ്രശ്നങ്ങളുമൊക്കെ തരക്കേടില്ല. ഇവിടെ ഇപ്പം സുപ്രീം കോടതി, നമ്മുടെ അമേരിക്കയിൽ സുപ്രീം കോടതി വിധിച്ച പോലെ ഈ സ്റ്റേറ്റ് റീഡിസ്ട്രിക്റ്റിംഗ് നടത്തുമ്പോൾ റേസ് ഒന്നും നോക്കരുത്. നിങ്ങൾ കറുത്തവർക്ക് വേണ്ടിയിട്ടൊരു ഡിസ്ട്രിക്റ്റ് ഒന്നും വേണ്ട.
അല്ലെങ്കിൽ വെളുത്തവർക്ക് വേണ്ടി ഒരു ഡിസ്ട്രിക്റ്റ് ഒന്നും വേണ്ട, നേരെ മറിച്ച് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വേണേൽ അയക്കൂ. ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ സീറ്റ് ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കന്മാർക്ക് പിന്നെ ഭൂരിപക്ഷമുള്ളതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് റിപ്പബ്ലിക്കൻ ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ജാതിയും മതമല്ല, ഇങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മൾ ഭിന്നതകളും ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, അത് സാരമില്ല. അവ പിന്നെ തൊലിപ്പുറത്ത് നിൽക്കുന്ന കാര്യമേ ഉള്ളൂ. നേരെ മറിച്ച് മതപരമായ ഭിന്നതകളൊക്കെ അങ്ങ് ആഴത്തിൽ അങ്ങ് പതിയുന്ന കാര്യങ്ങളാണ്, അത് മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവായിട്ട് ഈ ഇലക്ഷനിലെ ഈ വിജയങ്ങളെ നമുക്ക് കാണാം. ശരിക്കും ഒരു കേരള സ്റ്റോറി തന്നെ.